ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. നിങ്ങൾ തംബ്നൈലിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബേബി ഹാമ്പർ മേക്കിംഗ് വീഡിയോ ആണ്. അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ഒരു മാളിൽ വന്നിട്ട് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി ഓരോന്നായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബേബി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു, പിന്നെ മാക്സിൽ, പിന്നെ അടുത്തുള്ള വേറൊരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു റോംബോ സെറ്റാണ്, അതിൻ്റെ മാച്ചായിട്ടുള്ള ഒരു ഹാറ്റും, പിന്നെ അടുത്തതും ഒരു റോംബോ സെറ്റാണ്. പിന്നെ മിറ്റിൻസ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അതിന് മാച്ചായിട്ടുള്ള ബിബുണ്ട്. ഇതൊക്കെ ഒരു സെറ്റിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഒരു കുട്ടി ബ്രഷും പിന്നെ കോമ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ വൈപ്സ്, പിന്നെ ടോയ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ജൂട്ട് ബാഗിലാണ് കേട്ടോ. അപ്പോൾ അതും ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ടോയും കൂടി, ആ ഒരു കളറിന് മാച്ചായിട്ടുള്ള ഒരു ടോയും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ജൂട്ട് ബാഗ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കണം. ബേബീൻ്റെ നെയിം എഴുതിയിട്ടുള്ള ഒരു ബാഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നെയിം ഇതാ ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ബേബിയുടെ നെയിം വന്നിട്ട് ഖൈറ ഷൈൻ എന്നാണ്. അപ്പോൾ അത് ഞാൻ ഇതാ എഴുതി കൊടുത്തു. അതിന് മാച്ചായിട്ടുള്ള ഒരു ഫോണ്ടും കൂടി സെലക്ട് ചെയ്തു. എല്ലാം ഒരു പിങ്ക് മയമായതുകൊണ്ട് തന്നെ ഞാൻ ഈ നെയിമും പിങ്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഗ്ലിറ്റർ പിങ്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഷീറ്റ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അയണോണാണ് ചെയ്യുന്നത്, കാരണം ജൂട്ടിൻ്റെ ബാഗാണല്ലോ. അപ്പോൾ അതിന് സ്യൂട്ടായിട്ട് വരുന്നത് അയണോൺ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ മാറ്റിലോട്ടേക്ക് ഈ ഒരു എവരിഡേ അയണോൺ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലിറ്റർ പിങ്ക് ആണ്. എപ്പോഴും എവരിഡേ അയണോൺ വെക്കുമ്പോൾ ഗ്ലോസി ടൈപ്പ് അടിയിലായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ കട്ടിങ് പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീഡ് ചെയ്യണം. വീഡ് ചെയ്തതിന് ശേഷം നമ്മളോട്ടേക്ക് മെഷീൻ വെച്ചിട്ട് അയൺ ഓൺ ചെയ്യും. ഇങ്ങനെ ചെയ്യണമെന്ന് കസ്റ്റമർ തന്നെ എന്നോട് സജസ്റ്റ് ചെയ്താണ് കേട്ടോ. ബേബിയുടെ നെയിം വെച്ചിട്ട് തന്നെ ഹാമ്പർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അവർ എൻ്റെ ഇതിലേക്ക് വിട്ടുതന്നതാണ്. എന്തൊക്കെ തിങ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒറ്റൊരു കണ്ടീഷൻ മാത്രമാണ് പറഞ്ഞത്, നെയിമും ഇൻക്ലൂഡ് ചെയ്യണം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പാക്കിംഗ് ആയിരിക്കണം. ഇത് രണ്ടുമാണ് കേട്ടോ നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു റെഗുലർ കസ്റ്റമറാണ്. എനിക്ക് എല്ലാ ഓർഡേഴ്സും തരാറുണ്ട്. അതുമാത്രമല്ല ഫ്രീഡവും തരാറുണ്ട്. ചില കസ്റ്റമർ ഉണ്ടല്ലോ, നമുക്ക് ഫുൾ ഫ്രീഡം തരും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പേയ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളെ എല്ലാ ക്രിയേറ്റീവ് ഐഡിയാസും ആ ഒരു വർക്കിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമല്ലോ. അപ്പോൾ അതിലൊരാളായ ഒരു കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഫ്രീഡത്തോടെ ചെയ്തിട്ടുള്ളതാണ്. ഓരോ തിങ്സ് വാങ്ങിക്കുമ്പോഴും തീരെ ടെൻഷനൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ച് ലാസ്റ്റ് അവർക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ടിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീഡിങ് പാട്ടാണ്. കുറച്ച് മുഷ്കിലായിട്ടുള്ള പാട്ടാണ് കേട്ടോ ഈ ഒരു വീഡിങ് പാട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ക്ഷമയോടെ ഓരോന്നും ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ വീഡിങ് പാട്ട് ഞാൻ ക്ഷമയോടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിലോട്ടേക്ക് അയൺ ഓൺ ചെയ്യണം. അയൺ ഓൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈസി പ്രസ് മിനി ഉണ്ടല്ലോ, അതൊന്ന് ഹീറ്റ് ചെയ്യാൻ വെക്കണം. അത് ഹീറ്റിംഗ് കംപ്ലീറ്റ് ആയാൽ മാത്രം അയൺ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഹീറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ജസ്റ്റ് വെക്കുക. നമ്മൾ അയൺ ചെയ്യണമല്ലോ, അതുപോലെ തന്നെ അയൺ ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് അയൺ ചെയ്യണം, കാരണം എല്ലാ ലെറ്ററിങ്സും ഈ ഒരു ബാഗിലോട്ടേക്ക് പെർമനൻ്റായിട്ട് സ്റ്റിക്കായി വരണമല്ലോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്കർ പറിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ഓൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അവിടെ പെർമനൻ്റായിട്ട് നിന്നോട്ടേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ബാഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിങ്സൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ എല്ലാ ഡ്രസ്സസും കൂടി ഒരുമിച്ചിട്ട് ഒന്ന് ടൈ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഒരു ബേബി പിങ്ക് കളറിനുള്ള ഒരു ബൗ എടുത്തിട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡിലായിട്ട് ബാക്കി തിങ്സൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 കുട്ടി കാർഡും പിന്നെ കുറച്ച് പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് നമ്മുടെ ബോക്സ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ആഫ്റ്റർ ദാറ്റ് ഒരു ഗിഫ്റ്റ് റാപ്പ് എടുത്തിട്ട് ഒന്ന് ടോട്ടലി ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. ബേബി പിങ്കിനെയാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്, കാരണം എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരു പിങ്ക് മയാണല്ലോ.
റാപ്പ് ചെയ്തതിന് ശേഷം അതൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ലേസ് ഒട്ടിക്കുന്നത് ഗം ഉപയോഗിച്ചിട്ടല്ല, ടാക്കി ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു റാപ്പിംഗ് ഞാൻ കുറച്ചുകൂടി ഭംഗി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റാപ്പിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇനി ഇത് നമ്മൾ ജൂട്ട് ബാഗിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.